ഇവിടെ ഹീറോയിൻ ഒരു കല്യാണം കൂടാനായിട്ട് വന്നേക്കാണ്. മറ്റാരുടെ അല്ല, അവളുടെ എക്സിന്റെ തന്നെയാണ്. അവിടെ തന്നെ ഇവരുടെ ഫ്രണ്ട്സും ഉണ്ട്. ഹീറോയിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നവളാണ് ഇവളുടെ എക്സിനെ ഇപ്പോൾ കല്യാണം കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവരുടെ ഫ്രണ്ട്സ് ഒക്കെ അതുകൊണ്ട് തന്നെ അവൾ എന്തായാലും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. അവൾ വന്നാൽ ഞാൻ ഈ പ്ലേറ്റ് തിന്നുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുമ്പോൾ തന്നെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വന്ന് ആ പ്ലേറ്റ് എടുത്ത് ഇവനെ വായിൽ വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം ഇവൾ സ്റ്റേജിലേക്ക് കയറി അവർ രണ്ടുപേരെയും കുറിച്ച് എല്ലാവരോടും പറയുന്നു. ഇവൻ എന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നെന്നും ഇവൻ പുറത്തു പോയി പഠിച്ചതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയ്ക്കാണെന്നും എന്റെ ലൈഫിലെ പ്രധാനപ്പെട്ട 7 വർഷമാണ് ഞാൻ ഇവനിക്ക് വേണ്ടി വേസ്റ്റ് ആക്കിയത്. പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ ആയപ്പോൾ അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെ വിവാഹത്തിന് സെലക്ട് ആക്കി. അതുകൊണ്ട് തന്നെ രണ്ടുപേരും അനുഗ്രഹിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലുണ്ടായിരുന്ന സ്നോ സ്പ്രേ എടുത്ത് അവരുടെ രണ്ടുപേരും മുഖത്തടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അതിനുശേഷം അവൾക്ക് വിഷമം ഉണ്ടെങ്കിലും ഒരു പുതിയ ലൈഫ് ഇനിയെങ്കിലും ജീവിക്കണം എന്ന് തീരുമാനിച്ച് അവൾ പുറത്തേക്ക് വരുമ്പോൾ കയറി ചെല്ലുന്നത് 7 വർഷം മുന്നത്തെ ഇവളുടെ ആ ഒരു ക്ലാസ് റൂമിലേക്കാണ്. അവളാണെങ്കിൽ അത് തന്റെ സ്വപ്നമായിരിക്കും എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോഴേക്കും ഇവളുടെ ബോയ് ഫ്രണ്ട് വന്ന് നീ എന്ത് കോലത്തില ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഫ്യൂച്ചറിൽ അവൻ ഇവളെ ചതിക്കുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല തുറന്നു കൊടുക്കുന്നു. അത് തടയാൻ വരുന്ന ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയും അവളെ അകറ്റി നിർത്തുന്നു. അതിനുശേഷം അവൾ ആ ഒരു സ്വപ്നത്തിൽ നിന്ന് എഴുന്നേക്കാനായിട്ട് ഉറങ്ങുന്ന പോലെ കിടക്കുന്നുണ്ടെങ്കിലും താഴെ വീണ് തലപൊട്ടുന്നു. കലണ്ടർ നോക്കുമ്പോഴാണ് താൻ കണ്ടതൊന്നും സ്വപ്നമല്ല, പാസ്റ്റിലേക്ക് താൻ തിരിച്ചെത്തിയിരിക്കുകയാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നത്.